കേരള സർക്കാർ വളരെ നല്ലൊരു കാര്യമാണ് കൊണ്ടുവന്നത്. പിന്നെ അവനവൻ്റെ കുടിപ്പാട് നഷ്ടപ്പെടാതെ 5 സെൻറ്റും 10 സെൻറ്റോ ഉള്ളവരെ നിലനിർത്തിക്കൊണ്ട് ഒരു ലോൺ എടുത്താൽ ജപ്തി തടയിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒഴിവാക്കി ഇരിക്കാൻ വേണ്ടി പിന്നെ ലേലം നടപടി നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് അസംബ്ലി പാസ്സാക്കി ബില്ല് പാസ്സായി വരുന്നത്. അതനുസരിച്ച് ഒരു ജില്ലയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അർഹതയുള്ളവർക്ക് തിരഞ്ഞെടുക്കാനാണ് സർക്കാർ ഇട്ടത്. നല്ലൊരു പരിപാടിയാണ്. പക്ഷേ അതിനോടൊപ്പം ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലകളിലെ മറ്റെല്ലാ സ്ഥാപനങ്ങളും ജപ്തി നടപടി വളരെ ത്വരിതഗതിയിലാക്കുകയാണ്. ഇപ്പോൾ ഈ 7-ാം മൈലിൽ ബിജു മഹേന്ദ്രൻ ലോൺ എടുത്തു. അയാൾ ഹൈക്കോടതിയിൽ ചെന്ന് സ്റ്റേ വാങ്ങിച്ചു. സംഭവം ശരിയാണ്, സ്റ്റേ വാങ്ങിച്ചു, പൈസ അടയ്ക്കാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് കമ്മീഷൻ വന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി നടപടി വന്നപ്പോഴാണ് ഹൈക്കോടതിയിൽ പോയത്. പൈസ അടയ്ക്കാൻ പറ്റിയില്ല. ഞാൻ കൊല്ലത്ത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അദാലത്തിലൊരു അപേക്ഷ കൊടുത്തു. അദാലത്തിൽ അപേക്ഷ കൊടുത്തപ്പോൾ അടുത്ത മാസം 14/11 പോസ്റ്റും വെച്ചിട്ട് 1 ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞു. മറ്റേ മഹേന്ദ്രക്കാരൻ അവൻ ഇന്ന് തന്നെ ഒഴിപ്പിക്കണം. കാര്യം എന്തോ അയാൾക്ക് 4 സെൻറ്റ് ഒരു വീടേ ഉള്ളൂ. ഇറക്കി വിട്ട റോഡും ഒരിടവും ഇരിക്കാൻ പറ്റില്ല. കടവരാന്തയിൽ കിടന്നുറങ്ങാനേ പറ്റുള്ളൂ അയാൾക്ക് മക്കൾക്ക്. അയാളുടെ ആ വീടിൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ പുറകെ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇങ്ങനെ ഇത് മുഴുവൻ അപ്പോൾ ഈ ബില്ല് പാസ്സായി വന്നു കഴിഞ്ഞാൽ അർഹതയുള്ളവർക്ക് കിട്ടിപ്പോകുമോ എന്നൊരു സംശയത്തിൻ്റെ പുറത്ത് വളരെ ധൃതഗതിയിൽ ഈ പ്രൈവറ്റ് രാത്രിയും പകലുമാണ് വിളിക്കുന്ന സ്ത്രീകളെ വിളിച്ച്. ഇതാണ് കേരളത്തിൽ അടിയന്തരമായിട്ട് ധനകാര്യ വകുപ്പും മറ്റ് വകുപ്പുകളും ബില്ല് പാസ്സായി നിലവിൽ വരുന്നത് വരെ 2-3 മാസം ഈ നടപടികളോ നിർത്തിവെക്കാനുള്ള ഒരു ഡയറക്ഷൻ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എങ്കിൽ ഈ പാവങ്ങളെ ഒരെണ്ണത്തിന് ജീവിക്കാൻ അനുവദിക്കില്ല. അടിയന്തരമായിട്ട് അത് ചെയ്യണം. അടിയന്തരമായിട്ട് ബന്ധപ്പെടണം. പിന്നെ ഈ ബിജുവിനെ പോലുള്ള നിരവധി കേസുകളുണ്ട്. മഹേന്ദ്ര പോലത്തെ സ്ഥാപനങ്ങൾ നിലയ്ക്ക് നിർത്തുന്നില്ല. 4 സെൻറ്റും വീടുള്ള അയാളെയാണ് ഇന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അത് നടപ്പിൽ വരുത്താൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ബലപ്രയോഗത്തിലൂടെ പോലീസിനെ കൊണ്ടൊന്ന് ഒഴിപ്പിച്ച് കളയുന്നില്ല. രാത്രി ഇന്ന് കംപ്ലീറ്റ് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ശടിച്ച് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ കണ്ടില്ല നടിക്കരുത്. നിങ്ങൾ കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങളെ മുടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഇത് കാണുന്നത്. അടിയന്തരമായിട്ടൊന്ന് വന്നിട്ടുണ്ട്.